അപർണ പറയും ഞാൻ വരുന്നില്ല, എനിക്ക് അച്ഛനില്ല. പിന്നെ ഞാനെന്തിന് വരണം? ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ആരും നിൽക്കേണ്ട. നിൻ്റെ ആരെങ്കിലും മരിച്ചെങ്കിൽ നീ പോകണം, എന്നെന്തിനാ വിളിക്കുന്നത്? ജാനകിക്ക് രാധാമണിയെ കാണുമ്പോൾ എന്തോ ഒരു പേടി തോന്നുകയാണ്. ജാനകി രാധാമണിയോട് പറയും, അമ്മേ, അമ്മ ആഗ്രഹിച്ചത് തന്നെ സംഭവിച്ചു. രാധാമണി പറയും, ഞാൻ ആഗ്രഹിച്ചതല്ല, ദൈവം വിധിച്ചത്. ജാനകിക്കും ഒരു മരണമല്ല അമ്മയെ സംഭവിച്ചത്. രാധാമണിക്കും, നീ എന്തിനാ എന്നോട് ചൂടാവുന്നത്? പോയിട്ട് അച്ഛനെ ഒരു തവണ കാണാൻ നോക്ക്. മകളെന്ന നിലയ്ക്ക് ഒന്നും നിശ്ചയരുത്. ജാനകി അഭിയും പോകാൻ റെഡിയായി വരുമ്പോൾ അപർണ വന്നിട്ടുണ്ടാവില്ല. അഭി അമലിനോട് ചോദിക്കുമ്പോൾ അമൽ പറയും, എൻ്റെ അച്ഛനല്ല, അവളുടെ അച്ഛനാണ് മരിച്ചത്. അഭി ജാനകിയോട് പറയും, നീ പോയിട്ട് കൂട്ടി വാന്ന് പറയും. ജാനകി മുകളിലോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അപർണ താഴോട്ട് വരികയാണ്. അപർണ പറയും, ഞാൻ വരുന്നില്ല, ഞാനിങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. അമൽ ജാനകിയെ രാധാമണിയൊക്കെ കാണിച്ചിട്ട് വയ്ക്കും, ഇവരെയൊക്കെ കണ്ടില്ലേ, ഇവരെയൊക്കെ അത്രയും ദ്രോഹിച്ചിട്ടുണ്ട് നിൻ്റെ അച്ഛൻ. എന്നിട്ടും ഈ മരണ വാർത്ത കേട്ടിട്ട് ഇവർ വരുന്നുണ്ട്. ഇവരൊക്കെ ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിൻ്റെ അച്ഛൻ്റെ അത്രയും തന്നെ ദ്രോഹിച്ചിട്ടുണ്ട് നീയും. അഭി പറയും, നിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ, കർമ്മം ചെയ്യേണ്ട ആളാ നീ. അപർണ പറയും, കർമ്മം ചെയ്യാൻ മൂത്ത മകളുണ്ടല്ലോ, ആ മകൾ വേണം കർമ്മം ചെയ്യാൻ. ഞാൻ ചെയ്താൽ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അതും പറഞ്ഞ് അപർണ മേലോട്ട് കയറിപ്പോവും. അമൽ പറയും, നിങ്ങൾ വരുന്നുണ്ടോയെന്ന് ചോദിക്കും. അഭി ചോദിക്കും, അവളില്ലാതെ നമ്മളെങ്ങനെ പോകാമെന്ന് ചോദിക്കും. ജാനകി പറയും, അഭിയുടെ അമ്മക്ക് പോകാമെന്ന് പറയും. രാധാമണി പറയും, നിങ്ങൾ പോയിക്കോ, അവിടെ ഞാൻ പറഞ്ഞു വിടാം. രാധാമണി റൂമിലേക്ക് ചെല്ലുമ്പോൾ അപർണ ചോദിക്കും, എൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വന്നതായിരിക്കും അല്ലേ? എന്നാൽ കേട്ടോളൂ, അപർണയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. രാധാമണി പറയും, ഞാൻ സന്തോഷിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു, ഞാനും എൻ്റെ അച്ഛനും ഉള്ളൊരു കാലം. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിപ്പോയപ്പോഴാണ്. എൻ്റെ ജീവിത ദുരന്തം ആരംഭിക്കുന്നത് അവിടെ വെച്ചാ. ജാനകി ജനിച്ച കാര്യവും ഭ്രാന്താശുപത്രി കിടന്ന കാര്യമൊക്കെ രാധാമണി ഇങ്ങനെ പറയാണ്. എനിക്ക് പകയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കോടതിയിൽ മൊഴി മാറ്റി പറയില്ലായിരുന്നു. അച്ഛനെ വെറുക്കുകയായിരുന്നില്ല ആ കുട്ടി ചെയ്യേണ്ടിരുന്നത്, കുറ്റബോധം കൊണ്ട് പശ്ചാത്തപിക്കുകയായിരുന്നു വേണ്ടത്. അത്രമാത്രം നിരപരാധികളെ കുട്ടി വേട്ടയാടിയിട്ടുണ്ട്. എന്നിട്ടും ആരും കുട്ടിയെ വേദനിപ്പിച്ചില്ല. ജാനകിയെ കൊന്നുകളയാൻ ശ്രമിച്ച ആളാ തമ്പി. എൻ്റെ അച്ഛനെ പാതി ജീവനിൽ കെട്ടിത്തൂക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും വാർത്ത അറിഞ്ഞിട്ട് ജാനകി അയാളെ കാണാൻ പോയി. അവളുടെ ആരുമായിട്ടല്ല, അവളുടെ അനിയൻ്റെ ഭാര്യയുടെ അച്ഛനായതുകൊണ്ട്. സാധുവായ സ്ത്രീയാ വസുന്ധര. ഈ ഷോക്കിൽ വസുന്ധരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ള ആദ്യം എനിക്കുണ്ട്. കുട്ടിക്ക് ഇഷ്ടപ്പെടില്ലെന്നറിഞ്ഞിട്ടും ഞാൻ വന്നത് വസുന്ധരയെ ഓർത്താ. രാധാമണി താഴോട്ട് വരുമ്പോൾ അജയ് ചോദിക്കും, തമ്പികൾ ആത്മഹത്യ ചെയ്ത വിവരം അമ്മ അറിഞ്ഞോ? രാധാമണി ചോദിക്കും, അയാൾ ജീവനൊടുക്കാനുള്ള കാരണം എന്താണെന്ന് മോന് മനസ്സിലായോ? അജയ് പറയും, വിവരം അറിഞ്ഞ ആർക്കും തമ്പികൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം മനസ്സിലായിട്ടില്ല. പക്ഷേ അപർണ നന്നാവട്ടെ എന്ന് കരുതി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ജാനകി എഴുതി കൊടുത്ത കേസിൽ സത്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി. അവളത് വീട്ടിൽ പോയി ചോദിച്ചു കാണും. രാധാമണി പറയും, വേറെയും കാര്യങ്ങളുണ്ട് ഈ വീട്ടിൽ, നീയും അപർണയും മനസ്സിലാക്കാതെ പോയ കുറേ കാര്യങ്ങൾ. ജാനകി എൻ്റെ മോളാ, ഞാൻ പ്രസവിച്ച എൻ്റെ മോള്, അവളുടെ അച്ഛൻ തമ്പിയും. ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അജയ്. അപർണ അങ്ങോട്ട് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ രാധാമണി പറയും, അവൾക്ക് അയാളെ അത്രയും വെറുത്തുപോയി, പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കായിരുന്നു. ഞാനിപ്പോൾ നിർബന്ധിച്ചപ്പം പോകാൻ റെഡി ആയിട്ടുണ്ട്. സമയത്ത് താഴോട്ട് വരികയാണ് അപർണ. രാധാമണി അജയോട് പറയും, മോൻ അപർണയും കുട്ടിച്ചല്ലേ. രാധാമണി ഒരു രാജാവിനെ പോലെ കസേരയിലിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ആ സമയത്ത് ജാനകി വിളിക്കും. അപർണ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയും, അവൾ വന്നു, പക്ഷേ ആ മനുഷ്യനെ അവസാനമായിട്ട് കാണാൻ പോലും അവൾ തയ്യാറായില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ രാധാമണിയുടെ മുഖത്തൊരു ചിരി വരും. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ജാനകി അറിയും, തമ്പിയുടെ അകന്ന ബന്ധത്തിൽ ഒരാളുണ്ടെന്ന് പറയും. രാധാമണി പറയും, നിങ്ങളിനി നാളെ വന്നാൽ മതി. ജാനകി പറയും, ആർക്ക് വേണ്ടി വേണ്ടി നിൽക്കാനാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറയും.